ഇത് അവസാനത്തെ കൂടിക്കാഴ്ചയാണോ? ഉപ്പ ജയിൽ സൂപ്രണ്ടിനോട് ചോദിച്ചു. അതെ. ദിവസം നിശ്ചയിച്ചോ? നാളെ രാവിലെ. എത്ര മണിക്ക്? ജയിൽ നിയമമനുസരിച്ച് പുലർച്ചെ 5 മണിക്ക്. കുടുംബത്തോടൊപ്പം ചിലവിടാൻ എനിക്കിനി എത്ര സമയം ബാക്കിയുണ്ട്? അരമണിക്കൂർ. കുളിക്കാനും മുഖക്ഷൗരം ചെയ്യാനുമുള്ള ഏർപ്പാടുകൾ ചെയ്യൂ, ഉപ്പ സൂപ്രണ്ടിന് നിർദ്ദേശം നൽകി. ഞങ്ങൾ ഇരുവരും പൊടി മൂടിയ മുറ്റത്തേക്കിറങ്ങി. തിരിഞ്ഞു നോക്കണമെന്നുണ്ട്, പക്ഷേ നോക്കിയില്ല. നമ്മൾ ഇനി കാണും വരെ വിടാ. പിന്നിൽ നിന്നും അദ്ദേഹം വിളിച്ചു പറയുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. എങ്ങനെയോ എൻ്റെ കാലുകൾ മുന്നോട്ട് നീങ്ങി. ഞാനൊന്നും കാണുന്നില്ല. എൻ്റെ ശിരസ് അതുമാത്രം താഴാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഞാൻ സുൽഫിക്കർ അലി ഭൂട്ടോയുടെ മകളാണ്. ഏകയായി പോരാടാൻ വിധിക്കപ്പെട്ട പിങ്കി എന്ന ബേനസീർ, സുൽഫിക്കർ അലി ഭൂട്ടോയുടെ പ്രിയപുത്രി. അവളിലൂടെ തൻ്റെ സ്വപ്നങ്ങൾ പാകിസ്ഥാനിൽ പൂർണ്ണമാകുന്നത് സ്വപ്നം കണ്ടാണ് ഭൂട്ടോ അഭിമാനത്തോടെ സിയാവുൽ ഹക്ക് പിരിച്ചെടുത്ത കൊലക്കയറിനു മുന്നിൽ നിന്നത്. ബേനസീർ കിഴക്കിൻ്റെ പുത്രി എന്ന പുസ്തകം ആത്മകഥ എന്നതിലുപരി പാകിസ്ഥാനിൽ ഏകാധിപത്യ ശക്തികളും ജനാധിപത്യ വിശ്വാസികളും തമ്മിൽ കാലങ്ങളായി നടക്കുന്ന പോരാട്ടങ്ങളുടെയും ഭൂട്ടോ കുടുംബത്തിന് സംഭവിച്ച നഷ്ടങ്ങളുടെയും ഭൂട്ടോ കുടുംബവും ജനാധിപത്യ ശക്തികളും തുടർച്ചയായി നടത്തിയ ചെറുത്തുനിൽപ്പുകളുടെയും ഏറ്റുവാങ്ങിയ പീഡനങ്ങളുടെയും അനുഭവ സാക്ഷ്യമാണ്.